വ്യാസൻ പറയുമെന്ന് എനിക്കറിയില്ല. വ്യാസന്റെ ഒരു പൂർവ്വകാലം കേട്ടാ കൊള്ളാന്നുണ്ട് എനിക്ക്. ഭഗവാന്റെ ഭക്തരുടെ ദാസന്റെ ദാസന്റെ ദാസനാണ് ഞാൻ എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഗുരുവായൂരപ്പനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ച പോരാ, ഗുരുവായൂരപ്പനും കൂടെ വിചാരിക്കണം നമ്മളെ കാണണം. എത്ര പേരാണ് നന്ദനം എന്ന് പറഞ്ഞ സിനിമയായിട്ട് ഗുരുവായൂരപ്പനായിട്ട് കണക്ട് ആയിട്ടുള്ളത്? 100 അല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബാലാമണിക്കും പൂന്താനത്തിനും മേൽപ്പത്തൂരിനും തുല്യമായിട്ടുള്ളൊരു സ്ഥാനം കൊടുക്കണം എന്ന് ഞാൻ പറയാറുള്ളത്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് പോലും മനുവിന്റെ കൂടെ പോയ ബാലാമണിക്ക് ഭഗവാനെ പുറത്തുനിന്നാ കാണാൻ പറ്റി. പക്ഷെ ഭഗവാൻ ബാലാമണിയെ കാണാനായിട്ട് ഇറങ്ങി വന്നു അല്ലെ? അതുപോലെ വരും ഭഗവാൻ. അങ്ങനത്തെ നോക്കി കുറൂരമ്മയുടെ കാര്യം പറയാറുണ്ട്. കുറൂരമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വേർഷൻ കേട്ടിട്ടുണ്ട്. അവർ വിധവയായതുകൊണ്ട് ക്ഷേത്ര ദർശനം വിലക്കപ്പെട്ടിരുന്നു ആ സമയത്ത്. ഭഗവാൻ അവരെ കാണാനായിട്ട് അങ്ങോട്ട് പോയില്ലേ? പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആ ഭക്തി ഉണ്ടല്ലോ, അന്ന് പോവാലോ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന എത്രയോ അമ്മമാരുണ്ട് ഈ ലോകത്ത്. അവരുടെയൊക്കെ ഭക്തിയുടെ 1% പോലും നമുക്കുണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പൊ ഈ 1000 രൂപ നെയ്വിളക്കെടുക്കാൻ ഇല്ലാത്തൊരു ഭക്തനായിരിക്കാം ചിലപ്പോൾ അവിടെ നിന്ന് ഭഗവാനെ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൈപൊക്കി കാണിക്കുന്നവനെ ഭഗവാൻ കാണുന്നുണ്ട്. ഭഗവാന്റെ കൂത്തമ്പലമായിക്കോട്ടെ, ഭഗവാന്റെ ശ്രീകോവിലായിക്കോട്ടെ, നൃത്തം പറയായിക്കോട്ടെ, അതുപോലെ പവിത്രമായിട്ട് ഞാൻ കാണുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണെന്നറിയും? നമസ്കാരം. അബാക് മീഡിയയിൽ അതിഥിയായുള്ളത് വ്യാസനാണ്. വ്യാസൻ നമസ്തേ. നമസ്തേ വ്യാസൻജി, ഈ ഗുരുവായൂരിൽ ഈ അടുത്ത സമയത്തൊരു വലിയ വിവാദം ഉണ്ടായി. അതായത് നമ്മുടെ ബിഗ് ബോസ് താരം ജാസ്മിൻ, ആ കുട്ടി അവിടെ രുദ്രതീർത്ഥത്തിൽ കാല് കഴുകി റീൽസ് ചിത്രീകരിച്ചു. ഒന്ന് റീൽസ് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഗുരുവായൂർ നിരോധനമുള്ള കാര്യമാണ്. പിന്നീട് അവിടെ നടത്തിയത് കലശവും മറ്റ് പുണ്യാഹമൊക്കെ നടത്തിയതിന് ശേഷമാണ് വീണ്ടും പൂജകൾ കാര്യങ്ങളൊക്കെ ആരംഭിച്ചത്. ഇതിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേര് നിലപാടുകൾ പറഞ്ഞു. അവരൊരു മനുഷ്യ സ്ത്രീ അല്ലേ, അവരവിടെ വന്ന് കാല് കഴിയാൽ എന്താണ് പ്രശ്നം എന്ന രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം? എന്താ? ഒന്ന്, ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെയധികം ശുദ്ധാശുദ്ധങ്ങൾക്ക് പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ എത്രയോ കാലമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സമ്പ്രദായത്തിലൂടെ കടന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് ആ ക്ഷേത്രം എത്രയോ കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ജഗദ്ഗുരു ആദിശങ്കരാചാര്യരാണ് ഗുരുവായൂരിലെ പൂജയടക്കം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത്ര വലിയ പാരമ്പര്യമാണ് ആ ക്ഷേത്രത്തിനുള്ളത്. അപ്പോൾ അവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ആ ക്ഷേത്രത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഓരോ രീതിയിലും ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആദ്യ കാലഘട്ടങ്ങളിൽ അവിടെ ചുരിദാർ പോലുള്ള വസ്ത്രങ്ങളെടുത്ത് പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു. പിന്നീട് ആചാര്യന്മാരും സനാതനധർമ്മത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന നിരവധിയായിട്ടുള്ള മഹാത്മാക്കളും ചർച്ച ചെയ്തിട്ടാണ് അതിനൊരു പരിഷ്കരണം കൊണ്ടുവരുന്നത്. അങ്ങനെ കാലോചിതമായിട്ടുള്ള പരിഷ്കരണങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ നടന്ന ഈ ഒരു കാര്യം ഒരിക്കലും ആ ഒരു പെൺകുട്ടി ഭക്തിയോടുകൂടി ഭഗവാനെ കാണാനാണ് വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനല്ല ആ കുട്ടി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ എന്തോ ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. ആ സമയത്തിന് റീൽസ് ചിത്രീകരിച്ചു. റീൽസ് ചിത്രീകരിക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അത് നിയമപരമായിട്ട് തെറ്റാണ്. ഒന്നാമത്തെ കാര്യം. അത് അവിടെ ഇപ്പോൾ ഞാനൊക്കെ പണ്ട് ഗുരുവായൂരമ്പലത്തിന് മുമ്പ് ഇരുന്ന് വീഡിയോ എടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു തരത്തിലും മതപരമായിട്ടുള്ള ചില അനുവദനീയമായിട്ടുള്ള ദിവസങ്ങളിലല്ലാതെ ഒരു തരത്തിലും വീഡിയോഗ്രാഫി ഗുരുവായൂരിൻ്റെ ഒരു നടപ്പന്തലിലും അലൗഡ് അല്ല. അപ്പോൾ ഒന്നാമതായിട്ട് അതൊരു നിയമപ്രശ്നം തന്നെയാണ്. നിയമപരമായിട്ട് ആ കുട്ടി ചെയ്തത് തെറ്റാണ്, ഒന്നാമത്തെ കാര്യം. 2, അനുഷ്ഠാന സംബന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമുക്ക് ആധ്യാത്മികതയിൽ 2 തരത്തിൽ ആധ്യാത്മികത ഉപയോഗിക്കാം. ചില ആൾക്കാർ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർ എല്ലാത്തിലും ഭഗവാനെ കാണുന്നുണ്ട്. ആ എല്ലാത്തിലും ഭഗവാനെ കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എന്തിൻ്റെ ആവശ്യമില്ല? ക്ഷേത്രത്തിൻ്റെ ആവശ്യമില്ല. അവർക്കറിയാം എല്ലായിടത്തും ഉള്ളതും എന്നിലുള്ളതും ഭഗവാനാണ്. ആ ഒരു ലെവലിലൊന്നും നമ്മളെപ്പോലുള്ള ആൾക്കാർ എത്തിയിട്ടില്ല. നമുക്ക് ഇപ്പം സങ്കല്പിക്കാൻ ഒരു മൂർത്തി വേണം, ഒരു വിഗ്രഹം വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി കൊടുക്കുന്ന കേന്ദ്രമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്. നമുക്ക് 2 രീതി പഠിക്കാം. ഇപ്പോൾ രോജി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊരു ചാനലുണ്ട് ദക്ഷിണ എന്ന് പറഞ്ഞിട്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചാനൽ. അട്ടപ്പാടിയുള്ളൊരു ടീച്ചറും മാഷുമാണ് അത് നടത്തുന്നത്. അവരുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ കരുതുന്നതേ അല്ല. അവർ സ്കൂൾ ബേസ്ഡ് വിദ്യാഭ്യാസം എന്നല്ല അവർ അനുകൂലിക്കുന്നത്. അവർ പ്രകൃതിയിൽ നിന്ന്, പൂക്കളിൽ നിന്ന് അങ്ങനെ പഠിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അവരുടെ മക്കൾ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നു, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിലൂടെ അത് മാറ്റിയെടുക്കാൻ സാധിച്ചു. നമ്മളെപ്പോലുള്ള ആൾക്കാർ ശീലിച്ചിട്ടുള്ള എന്താ? 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 10th, +2 അല്ലേ? ഈ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള ആ ഒരു വേർഷനെയാണ് ഞാൻ ദക്ഷിണയായിട്ട് റിലേറ്റ് ചെയ്യാറുള്ളത്. അതിന് ക്ഷേത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നേരെ മറിച്ച് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്ന നിയമങ്ങൾ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്.
ഇപ്പോൾ 9 മണിക്ക് ക്ലാസ് കയറണം എന്നുള്ളത് അവിടുത്തെ നിയമമാണെങ്കിൽ അതനുസരിക്കുക എന്നുള്ളത് നിവൃത്തിയുള്ളൂ. ഇപ്പോൾ ഞാൻ ഭഗവാന്റെ വലിയ ഭക്തനാണ്, എനിക്ക് 1:30 മണിക്ക് ഗുരുവായൂരപ്പനെ കാണണം, നടയൊക്കെ തുറക്കുമെന്ന് പറയാൻ എന്ത് അധികാരമാണ് എനിക്കുള്ളത് അല്ലേ? അപ്പോൾ അവിടുത്തെ ഒരു സമ്പ്രദായം അനുസരിച്ചിട്ടല്ലാത്ത രീതിയിലൊരു കീഴ്വഴക്കം അവിടെ ഉണ്ടാകുമ്പോൾ ആ സമ്പ്രദായം തന്നെ അനുസരിച്ചിട്ടുള്ള ഒരു പരിഹാര മാർഗ്ഗം അവിടെ ഉണ്ടാവും. അതൊരിക്കലും ഒരു മനുഷ്യനെ മോശമായിട്ട് കാണുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ആ ക്ഷേത്രത്തിൻ്റെ നിയമവശം അനുസരിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. അതൊരിക്കലും ജാസ്മിൻ അല്ലെങ്കിൽ ആ ഒരു റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു കുട്ടിയുടെ കുറവായിട്ടല്ല ഞാനത് കാണുന്നത്. ആ ക്ഷേത്രത്തിന് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ആ ക്ഷേത്രം ഫോളോ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നാളെ ഈ ജാസ്മിൻ വെറും ചിന്തയാണ്, മതം മാറി ഹിന്ദു മതം സ്വീകരിച്ചാൽ ഇത് തെറ്റല്ലാതായി മാറും. തീർച്ചയായിട്ടും ഗുരുവായൂരിൻ്റെ ഒരു സമ്പ്രദായം അനുസരിച്ചിട്ട് ഒരു എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ ആ കേന്ദ്രത്തിൻ്റെ പേരറിയില്ല, അവിടെ പോയി അതിൻ്റെ ഒരു കോഴ്സോ അങ്ങനെ എന്തൊരു കാര്യമുണ്ട്, അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അവർ ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു ധർമ്മത്തിൻ്റെ ഒരു രീതിയാണ് ഇപ്പോൾ അവർ ഫോളോ ചെയ്യുന്നത്. ഏത് എന്താ അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഗുരുവായൂർ തന്ത്രയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ അതിൻ്റെ ഒരു വേർഷൻ കണ്ടിട്ടുണ്ട്. അവിടെ പോയി കൺവേർട്ടഡ് ആയിട്ട് മാറി ഗുരുവായൂർ വരുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെ മാറുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് ആ കുട്ടിയുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബർത്ത് തൊട്ടിട്ടുള്ള ആ ഒരു ബിലീഫിൽ നിന്ന് അയാൾ ഈ ധർമ്മത്തിലേക്ക് മാറുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? നിങ്ങൾ പണ്ട് ഇതായിരുന്നല്ലോ, ഇന്ന് ഇതല്ലേ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ആ ധർമ്മത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ധർമ്മത്തിൻ്റെതായിട്ടുള്ള സ്രോതസ്സുകൾ ആ കുട്ടിക്ക് തുറന്നു കൊടുക്കും. അവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ എസ് ജി, ഇപ്പോൾ ഹിന്ദുവായ അച്ഛൻ്റെയും ഹിന്ദുവായ അമ്മയുടെയും മകനായോ മകളായോ ജനിച്ചിട്ട് ഒരു വിശ്വാസത്തെയും പിന്തുടരാതെ ഹൈന്ദവാചാരങ്ങളെ എല്ലാം തള്ളിപ്പറഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് അവിടെ പ്രവേശനമുണ്ട്. എന്നാൽ ഒരു ക്രൈസ്തവനായോ അല്ലെങ്കിൽ ഒരു മുസ്ലിമായോ ഇസ്ലാമായോ ജനിച്ചതിന് ശേഷം ഹിന്ദു ധർമ്മത്തെ അക്സെപ്റ്റ് ചെയ്യുകയും ഇവിടെ ആചാരങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്ത ഒരാൾക്ക് അവിടെയൊക്കെ പ്രവേശനം ഇല്ല എന്ന് പറയുന്നതിലൊരു പൊരുത്തക്കേടില്ല. തീർച്ചയായിട്ടും ഉണ്ട്. ഞാനതിലൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഗുരുവായൂർ അടുത്ത് തന്നെയുള്ള ഒരു ചേട്ടൻ, ഈസ് ഫ്രം എ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആക്ച്വലി. അദ്ദേഹത്തിന് അറിയാം അകത്ത് കയറാൻ പാടില്ല, ആ നിയമത്തിനെതിരാണത്. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ചെന്ന് നടക്കിലുള്ള ദൈവസ്തംഭത്തിൻ്റെ അവിടെ പോയിട്ട് ഗുരുവായൂരപ്പനെ തൊഴുന്നുണ്ട്. അദ്ദേഹത്തിന് അതിനകത്ത് കയറുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബിലീഫ് എന്താണ്? എനിക്കറിയാം ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് അല്ലേ? അത് ഏത് റിലീജിയസ് വേർഷനിൽ പിന്തുടരുന്ന ആളായിക്കോട്ടെ, ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിക്കോട്ടെ, ഭഗവാൻ അവിടെ മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്നവർക്കെയാണ് ആ പ്രശ്നമുള്ളൂ. ഒന്നാമത്തെ കാര്യം. 2, ഞാൻ എല്ലായിടത്തും പറയാനുള്ള കാര്യമാണ്, നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഭഗവാനെ കാണുക എന്ന് പറഞ്ഞ പ്രോസസ്സ് മാത്രമല്ല നടക്കേണ്ടത്, ഭഗവാൻ തിരിച്ച് നമ്മളെ കാണുക എന്നുള്ള പ്രോസസ്സ് കൂടെ നടക്കണം. നമ്മൾ എന്ത് മെൻറ്റാലിറ്റി വെച്ചാണ് അവിടെ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ പോകുന്ന ഇവിടെ ഇരിക്കുന്നത് എന്തോ വലിയ കല്ല്, ഇവിടെ ഇരിക്കുന്നത് എന്തോ അതിന്റെ മുമ്പിൽ കുറെ വിളക്ക് കത്തിച്ച് വ്യാഖ്യാനിക്കാം. അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ കാണാം, അത് അവരുടെ താല്പര്യം. നേരെ മറിച്ച് അവിടെ ഇരിക്കുന്നത് എൻ്റെ കുട്ടി, എൻ്റെ ഉണ്ണി എന്ന് പറഞ്ഞു പോകുന്ന നിരവധിയായിട്ടുള്ള അമ്മമാരുണ്ട്. അപ്പം നമ്മുടെ സങ്കല്പത്തിനാണ് വലിയ പ്രാധാന്യം. അപ്പം അവർ അങ്ങോട്ട് പോകുന്ന ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ധർമ്മത്തിൽ ജനിച്ചു എന്നുള്ള ഒറ്റ പ്രിവിലേജ് കൊണ്ട് മാത്രം അകത്ത് കയറുന്ന ആളുകളെ അവരുടെ മെന്റാലിറ്റി വെച്ചിട്ട് ഭഗവാൻ കാണുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നേരെ മറിച്ച് ചിലപ്പോൾ മഞ്ജുലാലിൻ്റെ അവിടെ വെച്ചിട്ട് തൊഴുന്ന ഒരു പാവം ഒരു മുസ്ലിം കുട്ടി, മേ ബി അവർക്ക് ഗുരുവായൂരപ്പനോട് അതിയായിട്ടുള്ള ഭക്തിയുണ്ട്. ഭഗവാൻ എനിക്കറിയാം അങ്ങേ അകത്ത് വന്ന് കാണാൻ സാധിക്കില്ല എന്ന്, പക്ഷെ അങ്ങ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എന്ന് പറയുന്ന കുട്ടിയെ ഭഗവാൻ തീർച്ചയായിട്ടും കാണുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആ കുട്ടി ആ ക്ഷേത്രത്തിൻ്റെ നിയമങ്ങളെ റെസ്പെക്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗുരുവായൂരിലെ ആചാരങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ എനിക്ക് എതിർപ്പെന്നുള്ളതല്ല, എങ്കിലും അത്ര ദഹിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ഥാർ കാറുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായി. അത് ഓപ്പൺ ലേലത്തിന് വെക്കുന്നു, ഹൈന്ദവനല്ലാത്ത ഒരാൾ ലേലത്തിൽ കൊള്ളുന്നു, അയാൾക്ക് കൊടുക്കാതിരിക്കുന്നു. അപ്പോൾ അത് ഭഗവാനെ സമർപ്പിക്കപ്പെട്ടൊരു കാണിക്കുകയാണ്. ദേവസ്വത്തിന് വാഹനങ്ങൾ ആവശ്യമുണ്ട്, അത് മഹീന്ദ്ര പോലൊരു കമ്പനി ഡയറക്റ്റ് കൊടുത്ത ഒന്നാണ്. അപ്പം ഇത്തരം അവിടെ നടക്കുന്ന ലേലങ്ങൾ, അല്ലെങ്കിൽ ഈ നെയ്വിളക്ക് തന്നെ 1000 രൂപയുള്ള ഒരാൾക്ക് ക്യൂ നിൽക്കാതെ ഭഗവാനെ തൊഴാനുള്ള സൗകര്യം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പഴനിയിലും കർണാടകയിൽ പോകുമ്പോൾ മൂകാംബികയിലും അതുപോലുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. നമ്മൾ അപ്പോഴും മനസ്സുകൊണ്ട് പറയാറുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ എന്തായാലും ഇതില്ല. പക്ഷെ ഗുരുവായൂർ നെയ്വിളക്ക് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അത് സത്യത്തിൽ ഒരു പെയ്ഡ് ദർശനമാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇത്തരം കാര്യങ്ങളെയൊക്കെ പറ്റി എന്താ പറയാറ്? 2 രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഒന്ന്, ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ഗുരുവായൂർ പോകുന്ന സമയത്ത് ഞാൻ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ താമസിച്ചാണ് ഗുരുവായൂരപ്പനെ തൊഴുന്നുണ്ടെങ്കിൽ ഞാൻ ക്യൂ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. നെയ്വിളക്ക് എടുക്കാനുള്ള പണം ചിലപ്പോൾ എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ ക്യൂ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത്രയും സമയം നമുക്ക് ചിലപ്പോൾ നാമം ചൊല്ലാനൊരു അവസരം കിട്ടും. 2, നമ്മുടെ ഫോൺ അകത്തേക്ക് അലൗഡ് അല്ല. അപ്പോൾ അത്രയും സമയം ഫോണില്ലാതെ നമുക്ക് ഭഗവാനെക്കുറിച്ച് മാത്രം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കാനുള്ളൊരു സമയമാണ് ആ ക്യൂ നിൽക്കുന്ന 4-5 മണിക്കൂറുകൾ. അതെല്ലാ ആളുകൾക്കും പ്രാക്ടിക്കൽ ആയിക്കോളണമെന്നില്ല. ഈ നെയ്വിളക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എനിക്ക് വരാറുള്ളത്, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സെനറിയോ പറയാം. ഇപ്പോൾ എനിക്ക് 10 മണിക്ക് ഗുരുവായൂരടുത്ത് കുന്നംകുളത്ത് എനിക്കൊരു പ്രഭാഷണമുണ്ട്. ഞാൻ 9 മണിക്കാണ് ഗുരുവായൂർ എത്തുന്നത്. എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് ഗുരുവായൂരപ്പനെ കയറി തൊഴണം എന്നുള്ളത്.
ക്യൂ നിന്നാൽ എനിക്ക് എന്ത് സാധിക്കില്ല, ഇത് പറഞ്ഞ പോലെ 10 മണിക്ക് പ്രഭാഷണ സ്ഥലത്തെത്താൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെയും കാണാം. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അത് ദേവസ്വത്തിൻ്റെ ഒരു സിസ്റ്റമാണ്. ഇപ്പം നോക്കൂ, ഒരാൾക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്, വൈകിട്ട് 3 മണിക്കാണ് ഫ്ലൈറ്റ്. അയാൾ ഗുരുവായൂരെത്തുന്ന 1 മണിക്കാണ്. എങ്ങനെ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് അയാൾക്ക് ഫ്ലൈറ്റ് കയറാൻ പറ്റും? അപ്പോൾ അയാൾ ഓപ്ഷൻ എന്താ ഉള്ളത്? നെയ്വിളക്ക് എടുക്കുന്നു, കയറി തൊഴുന്നു. അപ്പോൾ കിട്ടുന്നൊരു ചാരിതാർത്ഥ്യം ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയാറുള്ളത്, നേരത്തെ പറഞ്ഞ അതേ പോർഷൻ തന്നെയാണ് എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. നമ്മൾ ഭഗവാനെ കാണുന്നതിനോടൊപ്പം ഭഗവാൻ നമ്മളെ കാണുക എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന 1000 രൂപയുടെ നെയ്വിളക്കിൻ്റെ ചീറ്റിനോ ക്യൂ നിന്ന സമയത്തിൻ്റെയോ കണക്കനുസരിച്ചിട്ടല്ല. അകത്ത് കയറുന്ന സമയവും അല്ലെങ്കിൽ നമ്മൾ ആ നിൽക്കുന്ന അത്രയും സമയവും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് മെൻറ്റാലിറ്റി വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ്. ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഒന്ന് കണ്ടു കളയാം എന്ന് കരുതിയിട്ട് 1000 രൂപയുടെ നെയ്വിളക്ക് എടുക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർ മ്യൂസിയത്തിൽ പോകുന്ന പോലെ അങ്ങോട്ട് പോകണത്. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഒന്ന് കണ്ടു കളയാമെന്ന് കരുതിയിട്ട് 10 മണിക്കൂർ നിങ്ങൾ ക്യൂ നിന്നിട്ടും യാതൊരു കാര്യമില്ല. നേരെ മറിച്ച് ചിലപ്പോൾ ഭഗവാൻ കാണുന്നുണ്ടാവുക, രാവിലത്തെ ജോലിക്ക് ഓടുന്ന ഒരാൾ ആ ദീപസ്തംഭത്തിന്റെ അവിടെ പോയിട്ട് വരാട്ടോ എന്ന് പറയുന്ന അയാളെയാണ് ഭഗവാൻ. അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ എല്ലാ യാത്രകളും ഭഗവാൻ കാണുന്നുണ്ട്. ഞാൻ കൂടുതലും ഗുരുവായൂർ പോയിട്ട് ഉള്ളിൽ കയറി തൊഴുന്നതിനൊക്കെ കൂടുതൽ ദീപസ്തംഭത്തിന്റെ അടുത്ത് പോയി തൊഴുതു. എത്രയോ ആളുകൾ, ഞാൻ പറയട്ടെ, ഞാൻ ഗുരുവായൂരപ്പന്റെ ഗുരുവായൂർ അമ്പലത്തിൽ ഏറ്റവും പവിത്രമായിട്ടുള്ള സ്ഥലമായിട്ട് കാണുന്ന ഭഗവാന്റെ കൂത്തമ്പലമായിക്കോട്ടെ, ഭഗവാന്റെ ശ്രീകോവിലായിക്കോട്ടെ, നൃത്തമറ ആയിക്കോട്ടെ, അതുപോലെ പവിത്രമായിട്ട് ഞാൻ കാണുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണെന്നറിയോ? ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ 4 അമ്പലത്തിനകത്തുള്ള ഒരു വലിയ ഭണ്ഡാരമുണ്ട്. ആ ഭണ്ഡാരത്തിന് മുമ്പിലിരിക്കുന്ന സ്ഥലം ഞാൻ പറയാറുണ്ട് പറ്റുന്ന ആളുകളോടൊക്കെ, നിങ്ങൾ അവിടെ പോകുമ്പോൾ അവിടെ തൊട്ട് തൊഴുതോളൂ. കാരണം ഈ അകത്തേക്ക് കയറിപ്പോകുന്ന ആളുകളുടെ തലയ്ക്കിടയിലൂടെ ഗുരുവായൂരപ്പനെ 1 മിനിറ്റ് ഒന്ന് കാണാൻ, 1 സെക്കൻഡ് ഒന്ന് കാണാൻ അവിടെ നിന്ന് എത്തി നോക്കുന്ന നിരവധിയായിട്ടുള്ള ഭക്തരെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഞാൻ ഒരു ദിവസം പോയപ്പോൾ കണ്ടത് ഒരു 10-50 വയസ്സായിട്ടുള്ള ഒരു അച്ഛനെ ഒരു മകനെടുത്ത് പൊക്കിയിട്ട് കാണിച്ചു കൊടുക്കുന്നു. കുഞ്ഞു പിള്ളേരെ ഒക്കെ തിരുത്തിയിട്ട് ഇത് അകത്തേക്ക് നോക്ക്, കാണു എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ കാണിച്ചു കൊടുക്കുന്ന. അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇന്റൻസിറ്റി ഉണ്ടല്ലോ, ആ സ്ഥലത്ത് നിന്ന് ഈ തലകളുടെ ഇടയിലൂടെ മിന്നിമായുമ്പോ ഭഗവാന്റെ 1 സെക്കൻഡ് കാണുന്ന ആ ഒരു ഫ്രാക്ഷൻ അതിന് നിർവചിക്കാൻ സാധിക്കില്ല. അവിടെ നിന്ന് അതാ ഭക്തരുടെ ആ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. അവരുടെ സംതൃപ്തിയുടെയും ഭക്തിയുടെയും ഓർമ്മകളോടെ ഉണ്ട്. ഇപ്പൊ ഈ 1000 രൂപ നെയ്വിളക്കെടുക്കാൻ ഇല്ലാത്തൊരു ഭക്തനായിരിക്കാം ചിലപ്പോൾ അവിടെ നിന്ന് ഭഗവാനെ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൈ പൊക്കി കാണിക്കുന്നവനെ ഭഗവാൻ കാണുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് മിസ്സാവും, ഭഗവാനെ ഞാൻ 1000 രൂപയുടെ നെയ്വിളക്ക് എടുത്തിട്ടുണ്ട്, ഇത് ദേവസ്വം ഏർപ്പാടാക്കിയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സൗകര്യം കിട്ടിയല്ലോ, താങ്ക്സ് ടു ഗുരുവായൂർ ദേവസ്വം, അങ്ങനെ പറയുന്നവനെയും ഭഗവാൻ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നൊരു 10 നെയ്വിളക്ക് എടുക്കട്ടെ, ഞാൻ കുറച്ചു നേരം പോയിട്ട് തൊഴുതിട്ട് വരും, ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ അഹങ്കാരത്തോടുകൂടി പോകുന്നവന്റെ തിരിഞ്ഞിരിക്കുന്ന ഭഗവാനെ നമുക്ക് ഗുരുവായൂർ കാണാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഹങ്കാരമായി അങ്ങോട്ടേക്കാരും വരണ്ടെന്നാണ്. എന്തിന്? ഭഗവാൻ അഹങ്കാരത്തിനെതിരെ സംസാരിക്കുന്ന ആളാണ്. അഹങ്കാരം ഇല്ലാത്തവൻ. നോക്കൂ, കാളിയമർദ്ദനം എന്ന് പറയുന്ന കഥ യഥാർത്ഥത്തിൽ എന്താണ്? ഈ കാളി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ആ ഭഗവാൻ ഈ മനസ്സിന്റെ മുകളിലുള്ള അഹങ്കാരത്തിന്റെ പത്തിയുടെ മുകളിലാണ് നൃത്തം ചെയ്യുന്നത്. അതാണ് അതിന്റെ സിമ്പൽ. അല്ലാതെ ഒരു പാമ്പിന്റെ മുകളിൽ കൃഷ്ണൻ ഡാൻസ് കളിച്ചു എന്നല്ല അത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അഹങ്കാരത്തെ ഭഗവാൻ ഇല്ലാതാക്കിയതാണ്. ആ അഹങ്കാരത്തെ ഇല്ലാതാക്കി എന്നുള്ള ആ ഒറ്റ കൺസെപ്റ്റിൽ ഭഗവാന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും അഹങ്കാരം ഇല്ലാതാവാൻ എപ്പോഴും ശ്രമിക്കേണ്ടതാണ്. ഈ ചില ആളുകൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ശബരിമലയിൽ മാസം തൊഴിലിന് ഒക്കെ പോകും. അപ്പോൾ വലിയ തിരക്കുള്ള ദിവസങ്ങളിൽ ഒരു 9-10 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരേണ്ട ആളുകളൊക്കെ 5 മണിക്കൂറൊക്കെ കഴിയും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണല്ലോ, കൊല്ലം പത്തനംതിട്ടയാണല്ലോ. നേരത്തെ വന്നിട്ട് എന്താ നേരത്തെ കഴിഞ്ഞ് പോലെ നമുക്കവിടെ ഹോൾഡ് ഉണ്ടല്ലോടാ, മറ്റേ പോലീസുകാരെ വിളിച്ചു, അവർ കൊണ്ടുവന്ന് അവിടെ നിർത്തി തൊഴിൽപ്പിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പം ഞാനൊക്കെയുണ്ട് ഇങ്ങനെ കൊണ്ടുപോയി നിർത്തുമ്പോൾ ഈ മണിക്കൂറുകളോളം വെയിലത്ത് ക്യൂ നിൽക്കുന്ന സ്വാമിമാർ ഇവരെ നോക്കുന്നുണ്ടാവും, ആരുടെ ഇവനെന്നുള്ള രീതിയിൽ. ഇല്ല, അതൊക്കെ ഒരു മൈൻഡ് സെറ്റാണ്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഭഗവാൻ നമ്മളെ കാണണമെന്ന് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പൂർവ്വജന്മ സുഹൃതം കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു യോഗം കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ നമുക്ക് ഗുരുവായൂർ പോകുമ്പോൾ ആ വ്യാസം വന്നിട്ടുണ്ടോ എന്നൊക്കെ എടുത്തോളാം എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് നെയ്വിളക്കിന് 2 ടിക്കറ്റ് ഉണ്ട്, ഒന്ന് വ്യാസം വെച്ചോളൂ എന്ന് പറയുകയാണെങ്കിൽ അത് ഭഗവാൻ നമ്മളെ കാണാൻ താല്പര്യപ്പെട്ടത് കൊണ്ടുള്ളതാണ്. അതിന് അത്യധികം ഭവ്യതയോടുകൂടി കാണുക, അത്രയധികം താഴ്മയോട് എനിക്ക് പ്രിവിലേജ് കിട്ടി എന്ന് പറഞ്ഞ് നെഞ്ചും വിരിച്ച് കയറിച്ചെല്ലല്ല വേണ്ടത്. ഭഗവാനെ അവിടുത്തെ കാരണം കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി. അല്ല, എനിക്ക് വ്യാസനത്ത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് അറിയോ, ഞാൻ ഇതൊരു മൂകാംബികയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴാണ് മൂകാംബികയിൽ പോയത്? ഞാൻ ആദ്യം മൂകാംബികയിൽ ചെന്നു. അപ്പോൾ അമ്മയുണ്ട്, അമ്മയും ഭാര്യയുടെ അമ്മയുണ്ട്. ഇവർ രണ്ടുപേരും കൂടി നോർമൽ ക്യൂവിൽ കയറി. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, അവിടെ 100-ൻ്റെ 500-ൻ്റെ ക്യൂ ഉള്ള അറിയില്ല. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു 2 പേർക്ക് 500 രൂപ. അപ്പോൾ ഞാനും ഭാര്യയും കൂടി അതിൽ കയറി 2 എടുത്തു. അവിടുത്തെ അമ്മമാർക്ക് പക്ഷേ ക്യൂവിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, അവിടെ വന്ന് ഇവർക്ക് കുനിഞ്ഞിറങ്ങാൻ വയ്യ. അപ്പോൾ എന്തായാലും ഇവർ വരട്ടെ, എന്തായാലും കറങ്ങി വരട്ടെ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ആദ്യമേ കയറി ഈ ക്ഷേത്രത്തിൻ്റെ നടക്കിൽ എത്തി. ഞാനിങ്ങനെ മൂകാംബിക അമ്മയെ തൊഴാൻ വേണ്ടി അങ്ങോട്ട് നിൽക്കുമ്പോൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആൾ അവിടെ നിന്ന സെക്യൂരിറ്റിയോട് എന്തോ പറഞ്ഞു. അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ ഈ കൈ വെച്ചിട്ട് ആ മനുഷ്യനെ പിടിച്ചെടുത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ തൊഴുത ആ ബിംബത്തിലേക്ക് നോക്കിയതും
മറ്റേ ആളെ വന്ന് എന്നെ ഇടിച്ചിട്ട് ഞാൻ അവിടുന്ന് നടയുന്ന തെറിച്ചങ്ങ് പോവാ. എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളികളായതുകൊണ്ട് ഇയാളെന്തായി കാണിക്കുന്ന ഒരു ദേഷ്യമൊക്കെ വരും. അപ്പോൾ ഭാര്യ കയ്യിൽ പിടിച്ചു, ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു, ഇറങ്ങി പുറത്ത് വന്നിരുന്നു. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഭാര്യ വെച്ച് എന്താ, ഞാൻ വന്ന് ഇത്രയും ദൂരം ഇവിടെ വരെ വന്നിട്ട് തൊഴാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഭയങ്കര സങ്കടമായി പോയി. അന്ന് പുള്ളിക്കാരായിട്ട് ഇടത്തെ കയ്യിലിരിക്കുന്ന എന്തിനാ നമ്മൾ 2 ടിക്കറ്റ് ഓൾറെഡി ആദ്യമേ എടുത്തു വെച്ചിരിക്കുകയാണ്. അമ്മമാർക്ക് വേണ്ടി എടുത്താൽ, പക്ഷെ അമ്മമാരെന്തായാലും ക്യൂ നിന്ന് അങ്ങ് കയറി. ഇത് പിന്നെ എന്തിനാ എടുത്തേക്കുന്ന, നമുക്ക് ഒന്നുകൂടെ കയറാം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും കയറി മനോഹരമായി തൊഴുതു വന്നത്. അപ്പം അവിടെ ഇരിക്കുന്ന മൂർത്തികൾ, ഗുരുവായൂരപ്പനാട്ടെ ആരും ഇപ്പം എല്ലാവരും നമ്മൾ മൂകാംബിക അമ്മയെ കുറിച്ച് കൂടുതലായിട്ട് പറയാറുള്ളത്. നമ്മൾ അവിടെ ചെല്ലണം എന്നുണ്ടെങ്കിൽ അവരുടെ കൂടി ഒരു നിശ്ചയം ഉണ്ടാവണം എന്നാണല്ലോ പറയുക. അതായത് നമ്മൾ ഗുരുവായൂരപ്പനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, ഗുരുവായൂരപ്പനും കൂടെ വിചാരിക്കണം നമ്മളെ കാണണമെന്ന്. നോക്കൂ, ഞാൻ എല്ലാ മാധ്യമങ്ങളെയും വളരെ റെസ്പെക്റ്റോടു കൂടി കാണുന്ന ആളാണ്. അപ്പം അന്നത്തെ കാലത്ത് നാരായണീയം ഉണ്ടായിരുന്നു അല്ലെ, മേൽപ്പത്തൂർ നാരായണി എഴുതി, പൂന്താനം ജ്ഞാനപ്പാൻ എഴുതി, എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനം എഴുതി. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ വേറെ വേർഷൻസ് ഉണ്ട്. ഞാൻ പറയുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിട്ടുള്ള ഒരു സിനിമയാണ് നന്ദനം അല്ലെ. അത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ മാധ്യമമാണ്. ഇന്ന് ഗ്രന്ഥം കൊണ്ട് ചിലപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ആ ഒരു ഭക്തി ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചോളണമെന്നില്ല. സാധാരണ രീതിയിലുള്ള ആൾക്കാർ, സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ആ മാധ്യമമായിരിക്കും കണക്ട് ആകുക. എത്ര പേരാണ് നന്ദനം എന്ന് പറഞ്ഞ സിനിമയായിട്ട് ഗുരുവായൂരപ്പനായിട്ട് കണക്ട് ആയിട്ടുള്ളത്? 100 അല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബാലാമണിക്കും പൂന്താനത്തിനും മേൽപ്പത്തൂരിനും തുല്യമായിട്ടുള്ളൊരു സ്ഥാനം കൊടുക്കണം എന്ന് ഞാൻ പറയാറുള്ളത്. കാരണം ബാലാമണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, നവ്യ നായർ എന്ന ആക്ട്രസ് അല്ല ഉദ്ദേശിക്കുന്നത്. ഗുരുവായൂരപ്പനോട് പരമഭക്തിയുള്ള, ഭഗവാനോട് സംസാരിക്കുന്ന, എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഭഗവാനോട് പോയി ഷെയർ ചെയ്യുന്ന ഒരു ഉത്തമമായിട്ടുള്ള ഭക്തയുടെ ഒരു റോൾ മോഡലാണ് ആ ക്യാരക്ടർ. അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് എന്തുകൊണ്ട് കണ്ടുകൂടാ അല്ലെ? അപ്പൊ അതുപോലെ ഭഗവാനെ നമ്മൾ കാണണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചപ്പോഴാണ് നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് പോലും മനുവിന്റെ കൂടെ പോയ ബാലാമണിക്ക് ഭഗവാനെ പുറത്തുനിന്നാ കാണാൻ പറ്റി. പക്ഷെ ഭഗവാൻ ബാലാമണിയെ കാണാനായിട്ട് ഇറങ്ങി വന്നു അല്ലെ. അതുപോലെ വരും ഭഗവാൻ. അങ്ങനെ ഇപ്പൊ നോക്കൂ, കുറൂരമ്മയുടെ കാര്യം പറയാറുണ്ട്. കുറൂരമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വേർഷൻ കേട്ടിട്ടുണ്ട്. അവർ വിധവയായതുകൊണ്ട് ക്ഷേത്ര ദർശനം വിലക്കപ്പെട്ടിരുന്നു ആ സമയത്ത്. ഭഗവാൻ അവരെ കാണാനായിട്ട് അങ്ങോട്ട് പോയില്ലേ. അവരുടെ ഇല്ലത്ത് പോയിട്ട് തേങ്ങ പെറുക്കി കൊടുത്തിരുന്നത് ഗുരുവായൂരപ്പനായിരുന്നു, കണക്കെടുത്ത് നോക്കിയിരുന്ന ഗുരുവായൂരപ്പനായിരുന്നു, സാധനം വാങ്ങി കൊടുത്തിരുന്ന ഗുരുവായൂരപ്പനായിരുന്നു. അങ്ങോട്ട് ചെന്നില്ലെങ്കിലും ഇങ്ങോട്ട് തെരഞ്ഞു പോകും ഭഗവാൻ. പക്ഷെ ആ മനസ്സാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ വെണ്ണ കക്കാനായിട്ട് ഭഗവാൻ വരുന്നു എന്ന് പറയുന്നത്, ആ വെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണ്. ആ മനസ്സ് നമ്മൾ എങ്ങനെ ആക്കി വെക്കുന്നു, അത്രയും പ്യൂറായിട്ടുള്ള വെണ്ണയാണെങ്കിൽ ഭഗവാൻ പെട്ടെന്ന് വന്ന് എടുത്തോണ്ട് പോകും. എപ്പോഴും നല്ല വെണ്ണയാക്കിയിട്ട് മനസ്സ് വെക്കുക എന്നുള്ളതാണ്. ഈ വ്യാസനെ കുറിച്ച് നമ്മൾ ഈ വ്യാസന്റെ ഇന്റർവ്യൂകളൊക്കെ ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് പേര് വിളിക്കാറുണ്ട് വ്യാസന്റെ നമ്പറൊക്കെ ചോദിച്ചിട്ട്. ഒന്ന് വിളിക്കുന്നത് ക്ഷേത്രങ്ങളിലെ സംഘാടകരാണ് വ്യാസന്റെ പ്രഭാഷണത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വിളിക്കുന്നത് സ്ത്രീകളാണ്, കൂടുതലും എനിക്ക് തോന്നുന്നു അമ്മമാരാണ്. ഭഗവാനോടുള്ള സ്നേഹം അതേപടി വ്യാസനോട് കാണിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ വ്യാസനെ പ്രഭാഷണത്തിനായി വിളിച്ചപ്പോൾ ഞാൻ കണ്ടതാണ്, കുറേ ദൂരെ നിന്നൊക്കെ ഉള്ള അമ്മമാർ നേരത്തെ വന്ന് അവിടെ നിൽക്കുക. ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിട്ടൊന്നുമില്ല, വ്യാസനോട് വരുന്നുണ്ട്, വ്യാസനെ കാണാൻ വേണ്ടി വന്നവരാണ്. ഒരുപാട് പേര് വന്ന് വ്യാസനോടൊപ്പം ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അപ്പം ഞാൻ മനസ്സിൽ എനിക്ക് ചെറിയൊരു അസൂയൊക്കെ ഉണ്ടായി കേട്ടോ. വ്യാസനെ വിളിച്ചുകൊണ്ട് വന്നാൽ നമ്മളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എങ്ങനെയാണ് ഈ ആരാധകർ തന്നെ വിളിക്കാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എങ്ങനെയാണ് അമ്മമാരോട്, സഹോദരിമാരെ, ഇവരുടെയൊക്കെ വിളിയും പറച്ചിലും ഒക്കെ ഉണ്ടോ? എങ്ങനെയാണ്? ഒന്നാമത് അവരാരും എന്നെ കാണാൻ വന്നതായിട്ട് ഞാൻ കരുതാറില്ല. അവരൊക്കെ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ വേണ്ടി വന്നവരെന്നാണ് ഞാൻ അവരെ നമസ്കരിക്കുന്നത്. കാരണം ഭഗവാന്റെ ഭക്തരുടെ ദാസനാണ് ഞാൻ എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് നാണം കൂടാതെ കൈകൂപ്പണം എന്നാണ് പൂന്താനം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്താ പറയുക, ഞാനൊക്കെ ഭഗവാനെ ഒരു കൂട്ടുകാരനായിട്ട് കാണുന്ന അങ്ങനെ ഒരു ബന്ധമാണ് ഞാനും ഗുരുവായൂരപ്പനും തമ്മിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഗുരുവായൂരപ്പനോട് പറയാറുണ്ട്. ഗുരുവായൂരപ്പൻ്റെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ എന്നോട് പറയുന്നതായിട്ട് ഞാൻ സങ്കല്പിക്കാറുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഉള്ളത് ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനമാണ്. അപ്പോൾ ഞാനൊക്കെ അവരെ ആരെ കണ്ടാലും നമസ്കരിക്കും. കാരണം അവരൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ യശോദയാണെന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത്. കാരണം എനിക്ക് എത്രയോ അമ്മമാരെ പരിചയമുണ്ട്. എല്ലാ ദിവസവും ഊണഴിക്കുന്നതിന് മുമ്പ് ഒരു ഉരുള എൻ്റെ ഉണ്ണിക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന എത്രയോ അമ്മമാർ ഉണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു കാര്യം പറയാം. എനിക്കൊരു അമ്മ മെസ്സേജ് ചെയ്തത്, രോഹിജി, കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ്, ഞാൻ പല പ്രഭാഷണങ്ങളിൽ പറയുകയും ചെയ്തു. ഡിസംബർ 7-ാം തീയതി ഞാൻ ഗുരുവായൂർ പോകുന്നുണ്ട് എന്ന് എന്നോട് എറണാകുളത്തുള്ള ഒരു അമ്മ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്. എപ്പോൾ? ഈ മാസം, അതായത് സെപ്റ്റംബറിൽ അവരെനിക്ക് മെസ്സേജ് അയക്കുകയാണ്, ഡിസംബർ 7-ാം തീയതി ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴൊന്നും അവർക്ക് പോകാനുള്ള സാഹചര്യം ഇല്ല. അവരെ എങ്ങനെയോ എന്നെ അറിയിക്കുന്നതാണ്. ഞാൻ അന്നത്തെ ദിവസം വ്യാസൻ അവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, കാരണം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ അഷ്ടമി ഒഴിക്ക് ഗുരുവായൂർ പോകുന്നുണ്ട്, അന്ന് ഉണ്ടാകുമെന്ന് ചോദിക്കായിരുന്നു. കാരണം അവർക്ക് അന്നേ വരാനുള്ള ഒരു അവസരമുള്ളൂ.
പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആ ഭക്തി ഉണ്ടല്ലോ, അന്ന് പോവാലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന എത്രയോ അമ്മമാരുണ്ട് ഈ ലോകത്ത്. അവരുടെയൊക്കെ ഭക്തിയുടെ 1% പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ വരുന്നവരെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രഭാഷണങ്ങളുടെ ഏറ്റവും വലിയ അവസരമായിട്ട് ഞാൻ കാണുന്നത്. ഭഗവാന്റെ കഥ പറയാൻ കിട്ടുന്നത് ഒന്നാമത്തെ ഭാഗ്യം. 2, ഭഗവാന്റെ അമ്മമാരെ കാണാനുള്ളൊരു ഭാഗ്യം. നമുക്ക് നാളെ പാലക്കാട് ജില്ലയിൽ കല്ലേക്കുളങ്ങര അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ, ഒരു മാരിയമ്മൻ ക്ഷേത്രത്തിൽ ആ ഒരു പ്രോഗ്രാം ഉണ്ട് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ബന്ധപ്പെട്ട്. അതിന്റെ പേര് മാത്രസംഗമം എന്നാണ്. ഞാൻ അതിന്റെ പോസ്റ്റർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചപ്പോൾ എഴുതിയത് ഗുരുവായൂരപ്പന്റെ അമ്മമാരെ കാണാൻ നാളെ പോകുന്നു. അതാണ് സത്യം. കാരണം അവർ വരുന്ന ആൾക്കാരൊക്കെ ഭഗവാന്റെ അമ്മമാർ, വരുന്ന കുട്ടികളൊക്കെ ഭഗവാന്റെ ഗോപികമാർ, അവിടെ വരുന്ന ആളുകളൊക്കെ ഭഗവാന്റെ നന്ദഗോപന്മാരായിട്ടുള്ള അച്ഛന്മാർ, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പം അവരെ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയെ കാണാനാണ് ഞാൻ നാളെ പോകുന്നത് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഞാൻ പോവുക. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ഒരുപാട് ആദരവാണ്. എന്നോട് കാണിക്കുന്ന സ്നേഹം ഭഗവാനോട് കാണിക്കുന്ന സ്നേഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഭഗവാൻ തരുന്നൊരു ഭാഗ്യമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അമ്മയായിട്ട് വളരെയധികം വഴക്കുണ്ടാക്കിയിരുന്ന ഒരാളായിരുന്നു. അമ്മയായിട്ട് എപ്പോഴും ഞാൻ ചെറിയ സമയത്ത് വഴക്കുണ്ടാക്കിയിരുന്ന ആളായിരുന്നു. ആ അമ്മ ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ പിടിച്ചു വെച്ചൊരു സ്നേഹമായിരിക്കാം ചിലപ്പോൾ ഭഗവാൻ കുറേ അമ്മമാരുടെ രൂപത്തിൽ ഇപ്പോൾ തരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ അമ്മയെ കൊണ്ട് തന്നെ നിരവധി തവണ ഗുരുവായൂരപ്പനെ ചെന്ന് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. വ്യാസൻ പറയുമെന്ന് എനിക്കറിയില്ല. വ്യാസന്റെ ഒരു പൂർവ്വകാലം കേട്ടാ കൊള്ളാന്നുണ്ട് എനിക്ക്. ഇപ്പോഴല്ല, പിന്നീട് ഒരിക്കലും തീർച്ചയായിട്ടും അത് കുടുംബത്തോടൊപ്പം ഇരുന്ന് കേൾക്കണം എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ അതിന് സാധിക്കട്ടെ. ഇപ്പൊ വ്യാസൻ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് തിരക്കിലാണ്. കാരണം എല്ലാ വിശേഷ ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലും ഒക്കെ പ്രഭാഷണം, ഒപ്പം ജോലി ഇപ്പോഴും വിട്ടിട്ടില്ല. പിന്നെ ആനയും അമ്പലവും ചാനലുണ്ട്. ഇത് കൂടാണ്ട് അമൃത ടി വിയിലടക്കം സന്ധ്യാദീപം അടക്കം വലിയ പരിപാടികളുമായി വ്യാസം തിരക്കിലാണ്. അതുകൊണ്ടാണ് എറണാകുളത്തെ സ്റ്റുഡിയോയിലേക്ക് കിട്ടാത്തത് കൊണ്ട് തിരക്ക് ഞങ്ങൾ മണ്ണാർക്കാടേക്ക് വന്നത്. എനിക്ക് വലിയൊരു സന്തോഷം ജോയിജി അബാക് മീഡിയയും ഗോവിന്ദപുരം കൊണ്ടുവരാൻ സാധിച്ചു. എന്തായാലും വളരെ സന്തോഷം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.